എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൗണ്ടിന് അല്ലെങ്കിൽ ശബ്ദത്തിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം മാധ്യമം ആവശ്യമാണെന്ന് കണ്ടു. എയർ, അതുപോലെ തന്നെ സോളിഡ് ഇല്ലേ, ഖരവസ്തു, അതുപോലെ തന്നെ ദ്രാവകാവസ്ഥയിൽ കൂടെയൊക്കെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നതും കണ്ടു. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ വേഗതയും നമ്മൾ മനസ്സിലാക്കി, ഏത് മാധ്യമത്തിലാണ് വേഗത കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കി. ഇനി ഈ സൗണ്ടിൻ്റെ സോഴ്സ്, അതായത് ശബ്ദ സ്രോതസ്സും അതുപോലെ മീഡിയവും നമ്മൾ കണ്ടു. ഇത് രണ്ടും മാത്രം മതിയോ നമുക്ക് ശബ്ദം കേൾക്കാൻ വേണ്ടി? ഒരു മീഡിയത്തിൽ കൂടെ സൗണ്ട് ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞു, എങ്കിലാണ് നമുക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സും വേണമെന്ന് പറഞ്ഞു, ഒരു ശബ്ദത്തിൻ്റെ സ്രോതസ്സും വേണം, അതുപോലെ മീഡിയം വേണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും മാത്രം മതിയോ നമുക്ക് സൗണ്ട് കേൾക്കാൻ? പോരാ. എന്താണ് വേണ്ടത്? നമുക്കൊരു സെൻസ് ഓർഗൻ കൂടെ വേണം, ഇല്ലേ? അതായത് ശ്രവണേന്ദ്രിയം. നമുക്ക് സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർഗനും കൂടെ വേണ്ടേ? അപ്പോൾ ഈ ഓർഗനും കൂടെ വന്നാലേ ഉള്ളൂ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഏതൊരു ജീവജാലങ്ങൾക്കും സൗണ്ട് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം സൗണ്ടിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സോഴ്സ് വേണം, അതായത് ശബ്ദത്തിൻ്റെ സ്രോതസ് വേണം, സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം അല്ലെങ്കിൽ മാധ്യമം വേണം നമ്മൾ മനസ്സിലാക്കി. ഇനി എന്തും കൂടെ വേണം? ഒരു ശ്രവണേന്ദ്രിയം അല്ലെങ്കിൽ സെൻസ് ഓർഗൻ നമുക്കവിടെ വേണം. ക്ലിയർ ആയല്ലോ? ഇതാ ഇവിടെ ഒരു സംസാരം നടക്കുന്ന ഒരു അമ്മൂമ്മയെ ഒരു കാര്യം കൊണ്ട് സംസാരിക്കണം. എന്താണ്? അമ്മൂമ്മയ്ക്ക് നല്ല ക്ഷീണം തോന്നുന്നു, ഇത് കഴിക്കൂ എന്ന് പറയുകയാണ്. ഒന്നും കേൾക്കാൻ വയ്യ മോനെ, ഉച്ചത്തിൽ പറയുകയാണ്, അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് അമ്മൂമ്മയ്ക്ക് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, ഉച്ചത്തിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ശ്രവണേന്ദ്രിയം വേണം. അത് ആക്റ്റീവായിട്ടുള്ള ഒരു ശ്രവണേന്ദ്രിയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഇതാ നോക്കുക, ഇവിടെ നോക്കിയാൽ ഒരു കുട്ടി എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ എന്തെങ്കിലും ഇങ്ങനെ എടുക്കുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കേട്ടോ. അതിൻ്റെ അടിഭാഗം എന്താണ്? ഓപ്പൺ ആയിട്ടുള്ള ഒരു കുപ്പി വല്ല എടുത്ത് വെച്ചാൽ മതി. ഒരു കുപ്പി വല്ല എടുക്കുക കേട്ടോ. രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഈ എന്താണ് ബലൂൺ ഉണ്ടല്ലോ, ബലൂൺ, പൊട്ടിയ ബലൂണൊക്കെ ഉണ്ട്, ആ പൊട്ടിയ ബലൂൺ ഇങ്ങനെ വലിച്ചിവിടെ കെട്ടുക, നല്ലോണം കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു ഇച്ചിരി ഹൈറ്റിലുള്ള എന്തെങ്കിലും ഒരു എന്താണ് എന്തെങ്കിലും സാധനം ഇങ്ങനെ വെച്ച് ഇച്ചിരി ഹൈറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിവിടെ നമ്മളെ ബലൂൺ വലിച്ചു കെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേൾ ഭാഗത്ത് ഈ ഐസ്ക്രീമൊക്കെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഐസ്ക്രീമിൻ്റെ ഈ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന സൈസ് ബോട്ടിൽ, അതൊക്കെ ആണെങ്കിലും മതി, അങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് എന്താണ് കടുകിൻ്റെ മണികളിൽ കുറച്ച് കടുക് മണികൾ ഇതിൻ്റെ മുകളിൽ ഈ വലിച്ചു കെട്ടിയ ബലൂൺ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇടുക. എന്നിട്ട് നമ്മൾ ഈ താഴെഭാഗത്തുണ്ട്, താഴെഭാഗം ഓപ്പൺ അല്ലേ, ഈ താഴെഭാഗത്തൂടെ നമ്മൾ നല്ല ഒച്ചയിൽ സംസാരിക്കുക. ഈ ഇതിലേക്ക് നമ്മുടെ സംസാരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ, കമ്പനം വരത്തക്ക രീതിയിൽ സംസാരിക്കുക. ഈ കുട്ടി ചെയ്തിരിക്കുന്നുണ്ടോ? അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ്? വൈബ്രേഷൻ ഉണ്ടാവും, നമ്മുടെ വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ എവിടെ ചെന്ന് ടച്ച് ചെയ്യും? ഈ എന്താണ് ബലൂണിൻ്റെ ആ പീസിൽ വന്ന് ടച്ച് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് ബലൂണും വൈബ്രേറ്റ് ചെയ്യും. ബലൂൺ വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെയുള്ള കടുകുമണികളും എങ്ങനെയാണ്? വൈബ്രേറ്റ് ചെയ്യും. മുകളിലോട്ടും താഴോട്ടുമായിട്ട് അതിങ്ങനെ ചാടുന്ന കാണാൻ സാധിക്കും. അത് താഴെ പോകാതിരിക്കാനാണ് ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഒരു എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. മനസ്സിലായ പറഞ്ഞത്? അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ്, ഈ കുട്ടിയാണ് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ട്രാവൽ ചെയ്യുന്ന മീഡിയം എയർ ഇല്ലേ, അതെവിടെ ചെന്ന് തട്ടുന്നുണ്ട്? ഈ വലിച്ചു കെട്ടി ഇവിടെ ഈ ബലൂണിൽ ചെന്ന് തട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ച് എന്താണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ കടുകുമണികളും പുറകോട്ടും താഴോട്ടും അല്ലെങ്കിൽ മേലോട്ടും താഴോട്ടും ചാടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ചെവിയിലും സംഭവിക്കുന്നത്. നമ്മുടെ ചെവി ഉണ്ടല്ലോ, നമ്മുടെ ചെവിയിലേക്ക് സൗണ്ട് ഇങ്ങനെ വരുവാണ്, വൈബ്രേഷൻ ഇങ്ങനെ വരുവാണ്. അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ചെവിയിലും ഓർഗനുണ്ട്, ചില ഒരു ഓർഗനുണ്ട്, ടിമ്പാനം എന്ന് പറഞ്ഞൊരു ഓർഗനുണ്ട്, അതായത് കർണവിടെ നിന്ന് അവിടെ വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ പിന്നെ എന്താണ് എങ്ങോട്ട് ചെല്ലുന്നുണ്ട്? പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസിലേക്കൊക്കെ ചെല്ലുവാണ്. എന്നിട്ടാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എന്നിട്ട് നമുക്ക് ശബ്ദം അവിടെ അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ? എക്സ്പെരിമെൻറ്റ് നോക്കാം. Fasten a piece of burst balloon of this diaphragm to any one end of a plastic bottle with both ends cut off. Fix a rim of a transparent material about 2 cm height vertically above the diaphragm. Put some mustard seeds on the diaphragm. ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, രണ്ടഗ്രവും മുറിച്ച് മാറ്റിയ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഏതെങ്കിലും ഒരു അഗ്രത്തിൽ പൊട്ടിയ ബലൂൺ ഡയഫ്രം ആക്കി ഉറപ്പിക്കുക. ബോട്ടിലിന് ചുറ്റും ഡയഫ്രത്തിന് മുകളിലായി 2 സെൻറ്റിമീറ്റർ ഉയരമുള്ള സുതാര്യമായ ഒരു ബോർഡർ, ഞാൻ മേളിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ബോർഡർ. ഇനി ബോട്ടിലിൻ്റെ തുറന്ന ഭാഗത്തിലൂടെ ഡയഫ്രത്തിൽ ശബ്ദം തട്ടുന്ന വിധത്തിൽ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് കടുകുമണികൾ നിരീക്ഷിക്കുക. എന്ത് കാണാൻ സാധിക്കും? കടുകുമണികൾ എന്താണ്? കടുകുമണി മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും.
അതിന് കാരണം എന്താണ്? ഈ ഡയഫ്രം അല്ലെങ്കിൽ എന്താണ് ഈ ബലൂൺ വലിച്ചു കെട്ടിയ ബലൂൺ അവിടെ കമ്പനം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബലൂണിൽ എന്താണ് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണല്ലേ കടുകുമണികൾ അവിടെ മുകളിലോട്ടും താഴോട്ടും എന്താണ് ചാടിക്കളിക്കുന്നത് കണ്ടത്, ചലിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ചെവിയിലും സംഭവിക്കുന്നത്. നമ്മുടെ ചെവിയിലേക്ക് ഈ വൈബ്രേഷൻസ് വരുവാണ് ചെയ്യുന്നത്. ഇതാ നോക്കോട്ടെ, അത് ഇവിടെ ഒരു ട്യൂണിങ് ഫോർക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്തു, ഇല്ല എക്സൈറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ വൈബ്രേഷൻ കണ്ടോ, ആ വൈബ്രേഷൻ പോകുന്ന ഈ രീതിയിലാണ്. ഇവിടെ CR എന്ന് പറഞ്ഞ പോർഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ആ വൈബ്രേഷൻ ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ചെവിക്കുള്ളിലേക്ക് ചെല്ലുന്നു. ചെവിക്ക് ഓഡിറ്ററി കനാലുണ്ട്, ഉണ്ട്, ഇതിലും വഴി ഇങ്ങനെ ചെല്ലുവാണ്. ഇവിടെ എന്തുണ്ട്? ടിംപാനം അല്ലെങ്കിൽ എന്താണ് കർണപുടം എന്ന് പറയും കേട്ടോ, കർണപുടം. ടിംപാനം അല്ലെങ്കിൽ കർണപുടം എന്ന് പറഞ്ഞിരിക്കുന്നു, അവിടെ ചെല്ലും. മനസ്സിലായല്ലേ? അവിടെ ചെന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ വൈബ്രേഷൻ ഉണ്ടാവും, കമ്പനം ഉണ്ടാവും. ആ കമ്പനം എന്താണ്? ഈ കർണപുടം ഉള്ളിലേക്ക്, ചെവിയുടെ ഉള്ളിലേക്ക്, ഉള്ളിലുള്ള പോർഷനിലേക്ക് എത്തിക്കും. അവിടുന്ന് സിഗ്നലുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുവാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ശബ്ദം അവിടെ അനുഭവിക്കുന്നത്. മനസ്സിലായി? ഇവിടെ എനിക്ക് CR എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ റീജിയനും ലോ പ്രഷർ റീജിയനാണ്. അതായത് ഹൈ പ്രഷർ റീജിയനെ നമ്മൾ കംപ്രസ്ഡ് ഏരിയ എന്ന് പറയും, കംപ്രഷൻ എന്ന് പറയും കേട്ടോ, കംപ്രഷൻ. ഇതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കാണ്ട് കംപ്രഷൻ. അതുപോലെ R എന്ന് വെച്ചാൽ റെയർ ഫാക്ഷൻ എന്ന് പറയും കേട്ടോ, റെയർ ഫാക്ഷൻ. അതായത് നമ്മൾ എയറിൽ കൂടിയല്ലേ ഈ സൗണ്ട് പോകുന്നു. അപ്പം ചില ഈ എയറിലുള്ള പ്രഷറിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ചില ഭാഗങ്ങളിൽ നല്ലോണം ഈ സൗണ്ട് ബോൾസ് ഇങ്ങനെ അടുങ്ങിയിരിക്കും, ചില ഭാഗങ്ങളിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അടുങ്ങിയിരിക്കിയ ഭാഗത്ത് അങ്ങനെ ഹൈ പ്രഷറാണ്, അവിടെ ഹൈ പ്രഷറാണ്. ഇവിടെ കൊണ്ടു ഇവിടെ ചെറിയ ലോ പ്രഷറാണ്. റെയർ ഫാക്ഷൻ എന്ന് പറഞ്ഞ പോർഷനിൽ ഇങ്ങനെയാണ് ലോ പ്രഷറാണ്. അതിങ്ങനെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ചെവിയിലെത്തുന്നു. ചെവിയിലത്തെ കർണപുടം അല്ലെങ്കിൽ ടിംപാനം വൈബ്രേഷൻ ചെയ്യുന്നു. ആ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിലുള്ള ചെവിയുടെ ഭാഗങ്ങളിലേക്ക് ചെല്ലുന്നു, ആന്തരിക ഭാഗങ്ങളിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് സിഗ്നലുകൾ ബ്രെയിനിലേക്ക് ചെല്ലുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് സൗണ്ട് അനുഭവവേദ്യമാവുന്നത്. ക്ലിയർ ആയല്ലോ? നോക്കാം. എ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് കോസസ് റാപ്പിഡ് പ്രഷർ വേരിയേഷൻസ് ഇൻ ദ എയർ അറൗണ്ട് ഇറ്റ്. These pressure variations are transmitted through the medium and cause the eardrum to vibrate. The eardrum propagates the vibration to the inner ear. We experience sound when these vibrations or signal reach the brain. Eardrum എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, ടിംപാനം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ. നോക്കുക. കമ്പനം ചെയ്യുന്ന വസ്തു അതിൻ്റെ ചുറ്റുമുള്ള വായുവിൽ ദ്രുതഗതിയിൽ മർദ്ദവ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മർദ്ദവ്യതിയാനങ്ങൾ മാധ്യമത്തിലൂടെ സഞ്ചരിച്ച് കർണപുടത്തെ കമ്പനത്തിന് വിധേയമാക്കുന്നു. കർണപുടം ആന്തരിക കർണത്തിലേക്ക് കമ്പനങ്ങൾ അയക്കുന്നു. അവിടെ നിന്ന് സിഗ്നലുകൾ തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം അനുഭവവേദ്യമാവുന്നത്. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ കേട്ടോ, എങ്ങനെയാണ് നമുക്ക് ശബ്ദം അനുഭവവേദ്യമാവുന്നത്? ഇതാണ് പറയേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു സൗണ്ട് സോഴ്സ് വേണം, ഇല്ലേ? സൗണ്ട് സോഴ്സ്, ഇല്ലേ? സൗണ്ട് സോഴ്സ്, ഇതാണ് ഇവിടുത്തെ സൗണ്ട് സോഴ്സ്. പിന്നെ എന്ത് വേണം? പിന്നെ എന്ത് വേണം? ഒരു മീഡിയം ആവശ്യമുണ്ട്, ഇല്ല? ഒരു മീഡിയം ആവശ്യമുണ്ട്. പിന്നെ എന്തും വേണം? ഒരു സെൻസ് ഓർഗൻ, ഇല്ലേ? അതായത് ഈ സെൻസ് ഓർഗൻ എന്താണ്? നമ്മുടെ ചെവിയല്ലേ, അല്ലെങ്കിൽ എന്താണ് ശ്രവണേന്ദ്രിയം, ഇല്ലേ? അത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം ശബ്ദം നമുക്ക് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്തൊക്കെ കാര്യങ്ങൾ വേണം? 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? സൗണ്ട് സോഴ്സ്, ഒരു സൗണ്ട് സോഴ്സ് വേണം, ഒരു മീഡിയം വേണം, ആൻഡ് സെൻസ് ഓർഗൻ ഫോർ ഹിയറിംഗ്, കേൾക്കാനുള്ള ഒരു സെൻസ് ഓർഗനും വേണം. ശബ്ദം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ ശബ്ദ സ്രോതസ്, മാധ്യമം, ശ്രവണേന്ദ്രിയം എന്നീ 3 ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ശബ്ദം നമുക്ക് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? സൗണ്ട് സോഴ്സ് വേണം, ശബ്ദ സ്രോതസ് വേണം, ഒരു മാധ്യമം വേണം, അതുപോലെ എന്താണ്? ഒരു ശ്രവണേന്ദ്രിയം, അതിൽ സെൻസ് ഓർഗൻ ഫോർ ഹിയറിംഗ്, കേൾക്കാനുള്ള ഒരു സെൻസ് ഓർഗൻ നമുക്ക് വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പം ശബ്ദത്തിനനുസരിച്ചിട്ട് എന്താണ് നമ്മളിവിടെ വരുന്നത്? ശബ്ദം ഇങ്ങോട്ട് വരുന്നത് ശബ്ദത്തിനനുസരിച്ച് ഇവിടുത്തെ ഡയഫ്രം കമ്പനം ചെയ്യുന്നു. അപ്പോൾ എന്താണ്? അതനുസരിച്ച് ചെവിയിലെ കർണപുടവും കമ്പനം, ഇങ്ങോട്ട് ഇങ്ങനെ വൈബ്രേഷൻസ് ഇങ്ങനെ വരുക. ഈ വൈബ്രേഷൻസ് ഇവിടെ വരും, വൈബ്രേഷൻ ഇവിടെ വന്ന് തട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അത് പിന്നെ അടുത്ത പോർഷനിലേക്ക് വൈബ്രേഷൻ ചെയ്യും. പിന്നെ അത് സിഗ്നലായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. ശബ്ദം നമ്മൾക്ക് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ശബ്ദത്തിൻ്റെ ഒരു സ്രോതസ് വേണം, ഒരു മീഡിയം, ഒരു മാധ്യമം വേണം, അതുപോലെ ഒരു ശ്രവണേന്ദ്രിയം, സെൻസ് ഓർഗൻ ഫോർ ഹിയറിംഗ്. ഇത്രയും ആവശ്യമുണ്ട്. ഇത്ര ഉണ്ടെങ്കിലാണ് നമുക്ക് ശബ്ദം അനുഭവപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി കേൾക്കാൻ സാധിക്കുന്നില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. ഒരുപാട് ആൾക്കാരിലെ ശബ്ദം ചെവി കേൾക്കാൻ സാധിക്കുന്നില്ലാത്തവർ, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്.
ശരിയല്ലേ? അപ്പം ശരിക്കും ശബ്ദം സാധിക്കുന്നില്ലാത്തവരെന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാനും പതിയെ ബുദ്ധിമുട്ട് വരും. നമ്മൾ സംസാരിക്കുമ്പോൾ ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കുകയും അപ്പോൾ അത് ആ കേൾക്കുന്ന ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയും. അങ്ങനെയാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ്, നമുക്ക് എബിലിറ്റി അല്ലെങ്കിൽ കിട്ടുന്നത്. അപ്പം ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ലാത്തവരൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സംസാരിക്കാൻ വളരെ കുറവൊന്നുമല്ല, സംസാരിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? അവർക്ക് ആ എബിലിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. കേൾക്കുന്ന ശബ്ദം ആവർത്തിച്ച് പറയുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുന്നത്. ശബ്ദമൊന്നും അവർ കേൾക്കുന്നില്ല, എങ്ങനെയാണ് സംസാരിക്കുന്നത്? കേട്ടോ, അതിപ്പം മനസ്സിലാക്കുക കേട്ടോ. അതേ നോക്കുക, ഏലിയൻസ് ടു ഹിയറിങ്സ് ആർ നോട്ട് ഏലിയൻസ് ടു സൊസൈറ്റി. കേട്ടോ, കേൾവി അന്യായ സമൂഹത്തിന് അന്യരല്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. ജന്മനാ തന്നെ ചെവിക്ക് കേൾവി ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓർഗന് തകരാറുകളൊക്കെ സംഭവിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ജന്മനാ അവർ ജനിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒരിക്കലും അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യല്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണ്? അത് നോക്കിയേ, ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് തടസ്സമല്ലേ? സംസാരിക്കാൻ പറ്റുമോ അവർക്ക്? ഇല്ല, കേട്ടാലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പ്രോൺ ടു ആക്സിഡൻറ്റ്, അപകട സാധ്യതയുണ്ട്. സേഫ്റ്റി ഇഷ്യൂസുകളുണ്ട് അല്ലേ? ഒരുപാട് സേഫ്റ്റിയുടെ ഇഷ്യൂസുകളുണ്ട്. എംപ്ലോയ്മെൻറ്റ് ബാരിയേഴ്സ് അല്ലേ? ജോലി അല്ലേ? സംസാര ഭാഷ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ചെവി കേൾക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് സംസാരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടലുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവരെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പാടില്ല. ആരുടെയും കുറ്റങ്ങൾ കൊണ്ടൊന്നുമല്ല ചെവി കേൾക്കാൻ സാധിക്കാത്തത്. ചിലപ്പോൾ ജന്മനാലുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വന്നതിലൂടെയൊക്കെ ചെവി കേൾക്കാൻ സാധിക്കാതെ വരും. എന്തെങ്കിലും വസ്തുക്കളൊക്കെ ചെവിയിലൊക്കെ നമ്മൾ ഇട്ട് തോണ്ടുകയൊക്കെ ചെയ്യില്ല, അങ്ങനെയൊന്നും ചെയ്യല്ലോ കേട്ടോ. അതൊക്കെ കേൾവി ശക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരിക്കലും കേൾവി ഇല്ലാത്തവരെ നമ്മൾ അവഗണിക്കല്, അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുക. മനസ്സിലായോ? അപ്പം കേൾവി ശക്തി കുറഞ്ഞവരോട് നമ്മൾ എന്തൊക്കെ സമീപനങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? നമ്മൾ സ്വഭാവത്തോടെയൊക്കെ പെരുമാറണം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അവരൊരു കുറവായിട്ട് കണക്കാക്കാതെ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഗിവ് കൺസിഡറേഷൻ ആണ് ഇൻക്ലൂഡ് ദം ഇൻ ആക്ടിവിറ്റീസ്. അവരെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ പങ്കെടുപ്പിക്കുക. അവരുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തണം, എല്ലാ കാര്യത്തിലും ഉറപ്പുവരുത്തണം. അവരുടെ ആവശ്യങ്ങളൊക്കെ മാനിക്കുക, റെസ്പെക്ട് ദർ നീഡ്സ് ഇല്ലേ? അവരെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, ബഹുമാനിക്കുക, അതൊക്കെ ചെയ്ത് കൊടുക്കുക. ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്, ഒരു അപകടം പറ്റിയാലും സംഭവിക്കാം. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ അവഗണിക്കല്, അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ക്ലിയർ ആയല്ലോ? പക്ഷേ ഇതിങ്ങനെ ഒരു കുറവുണ്ടെന്നും പറഞ്ഞ് ആരും വിജയിക്കാത്തവരൊന്നുമല്ല. നിങ്ങൾക്കറിയായിരിക്കും ബിതോവൻ, അതുപോലെ ഹെലൻ കെല്ലറൊക്കെ. ബിതോവൻ എന്ന് വെച്ചാൽ മ്യൂസിക്കിൻ്റെ ഇല്ലേ? ഹെലൻ കെല്ലറൊക്കെ ഒരുപാട് നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാണ്. ഇവർക്കൊന്നും ചെവി കേൾക്കാനൊക്കെ സംസാരിക്കാനും കഴിയില്ലാത്തവരാണ്. ബിതോവൻ്റെ മ്യൂസിക്കിലൂടെയാണ് ബിതോവൻ ലോകമെമ്പാടും അറിയപ്പെട്ടത്. തൻ്റെ കഴിവുകളൊക്കെ മാറ്റിമറിച്ച മ്യൂസിക്കിലൂടെയാണ്. ഹെലൻ കെല്ലറും അതുപോലെ തന്നെ അവരുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ടൊക്കെ ഒരുപാട് മേഖലകൾ, സാമൂഹ്യം, അതുപോലെ സാഹിത്യം, ഇതിലൊക്കെ അവർ ടോപ്പിലെത്തിയ ആളാണ്. അവർക്ക് എന്താണ് ഈ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അതൊരു കുറവേ അല്ല കേട്ടോ. അപ്പോൾ ആ കുറവുകളെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. മനസ്സിലായോ? ഇനി നമ്മൾ ഈ കേൾവിശക്തി നമ്മൾ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓഡിയോമീറ്റർ എന്ന് പറയും കേട്ടോ. ഓഡിയോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് കേൾവി പരിശോധനയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഉണ്ടായ ജനിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ, അവരെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇവർ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഓഡിബിൾ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇനി അങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് ഇൻ കേസ് നമ്മൾ അപകടങ്ങൾ വന്ന് എന്തെങ്കിലും കേൾവിശക്തി പോകാം, അല്ലെങ്കിൽ എന്താണ് ജന്മന കേൾവിശക്തി ഇല്ലെങ്കിലൊക്കെ നമുക്ക് ഡിവൈസസുകൾ ഉപയോഗിക്കാം. ഇത് ശ്രവണ സഹായി, ഹിയറിംഗ് എയ്ഡ് കേട്ടോ. ഇതുകൊണ്ടല്ല, ഇതാണ് ഹിയറിംഗ് എയ്ഡ് കേട്ടോ. ഈ ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻസ് ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ജന്മനുള്ള തകരാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറും. ഇത് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ചെല്ലും, അപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഓഡിയോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കേൾവിക്കുറവ് കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണം കേട്ടോ. കേൾവിക്കുറവ് അല്ലെങ്കിൽ ഹിയറിംഗ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്? ഓഡിയോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ കേൾവിക്കുറവുള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു ശ്രവണ സഹായിയാണ് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം
ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട്. ചെവി നമ്മൾ നല്ലോണം സംരക്ഷിക്കണം. ചെവിയുടെ സംരക്ഷണം അത്യാവശ്യമാണ്. നമ്മൾ അനാവശ്യമായിട്ടുള്ള വസ്തുക്കളൊന്നും ചെവിയിലൊന്നും ഇടല്. ഈ ടിമ്പാനുണ്ടല്ലോ, കർണപുടത്തിനൊക്കെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേൾവിശക്തി കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പം അതൊക്കെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെവി നല്ലവണ്ണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെവിയിൽ ഇടലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെവിയുടെ സംരക്ഷണത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയിരിക്കും കേട്ടോ. പുട്ടിങ് എനി കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ ഇയർ ഈസ് ഡേഞ്ചറസ്. It may rupture the eardrum and cause hearing loss. If any injury occurs, the complex structure of the ear makes the healing of the wounds difficult, leading to infection and hearing loss. ചെവിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഇടുന്നത് വലിയ അപകടമാണ്. കർണപുടം പൊട്ടിപ്പോകാനും കേൾവിശക്തി നഷ്ടപ്പെടാനും കാരണമായേക്കാം. ഏതെങ്കിലും രീതിയിലുള്ള മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഘടനയുടെ പ്രത്യേകത മൂലം മുറിവ് ഉണങ്ങി വരാൻ പ്രയാസമാണ്. അത് അണുബാധയ്ക്ക് കാരണമായും കേൾവിശക്തിയെ ബാധിക്കുകയും ചെയ്തേക്കാം. അപ്പം ചെവിയിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇടാതിരിക്കുക, സംരക്ഷിക്കുക കേട്ടോ. ഇനി ചെവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ചെവിയിൽ അന്യവസ്തുക്കൾ ഇടല്, ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ലായനികളോ ദ്രാവകങ്ങളോ ചെവിയിൽ ഒഴിക്കല്, ഉച്ചത്തിലുള്ള ശബ്ദം തുടർച്ചയായിട്ട് കേൾക്കൽ. ഇപ്പോൾ ഹെഡ്ഫോണൊക്കെ വെച്ച് എല്ലാവരും കുറേ നേരം ചെവിയിൽ വെച്ച് പാട്ടൊക്കെ കേൾക്കുമല്ലോ, അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. കുറച്ച് നേരമൊക്കെ കേൾക്കുക, കൂടുതൽ സമയമൊന്നും അങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്. വലിയ ശബ്ദമുള്ള സ്ഥലങ്ങളിൽ തുടർച്ചയായി നിൽക്കേണ്ടി വരുമ്പോൾ ഇയർ പ്ലഗ് പോലുള്ള സംരക്ഷണോപാധികൾ ഉപയോഗിക്കണം. ഇയർഫോൺ തുടർച്ചയായി കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നതൊക്കെ ഒഴിവാക്കുക കേട്ടോ. അപ്പം കേൾവി ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ചെവി നല്ലോണം സംരക്ഷിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള സംഗീതവും ഒച്ചയും, മ്യൂസിക് ആൻഡ് നോയ്സ്. എന്താണ് മ്യൂസിക്, എന്താണ് നോയ്സ്? ആ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമേ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇതെന്താണ്? ഇത് നോയ്സ് ആണ്. കണ്ടില്ലേ? നോയ്സ് കണ്ട് എവിടെല്ലാം സ്ഥലത്തുങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. ട്രാഫിക്കിൻ്റെ അല്ലേ? ട്രാഫിക്കിൻ്റെ നോയ്സ്. അതേസമയം സംഗീതം കണ്ടോ? സംഗീതം നല്ല ഇമ്പമുള്ളതാണ് അല്ലേ? അപ്പോൾ എന്താണ്? സംഗീത ക്ലാസ്സിൽ കേൾക്കുന്ന ശബ്ദമായിരിക്കുമോ നമുക്ക് റോഡിൽ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാഫിക് പോയിന്റിലെ ശബ്ദം അല്ല. ഇത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ സംഗീത ക്ലാസ്സിൽ കേൾക്കുന്നതാണ്, അതാണ് മ്യൂസിക് എന്ന് പറയും. മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ് ക്രമമായ എന്താണ് ഈ അതായത് ക്രമമായ കമ്പനത്തോടെ, ക്രമമായ വൈബ്രേഷനോടെ ഉള്ളതാണ് ഈ മ്യൂസിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ക്രമരഹിതമായ വൈബ്രേഷനാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? നോയ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ചിരട്ട വീണയിൽ നിന്നുള്ള ഇമ്പമാർന്ന സംഗീതം കേൾക്കാം. ചിരട്ട കൊണ്ടുള്ള വീണയുണ്ട്, അതിന് നല്ല ശബ്ദം, നല്ല മധുരമുള്ള ശബ്ദം, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ശബ്ദമാണ് ചിരട്ട വീണ. പക്ഷെ ചിരട്ട നമ്മൾ പാറയിലൊക്കെ വരയ്ക്കുവാണെങ്കിലോ, മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അപ്പം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രമമായിട്ടുള്ള വൈബ്രേഷൻ, ക്രമമായിട്ടുള്ള കമ്പനാണെങ്കിൽ അത് നമുക്ക് കേൾക്കാൻ സുഖമുള്ളതാണ്. ക്രമരഹിതമായിട്ടുള്ള കമ്പനങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷൻ എങ്ങനെയാണ്? നമുക്ക് ഒട്ടും യോജിച്ചതല്ല, കേൾക്കാൻ പറ്റുന്നതല്ല. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് നോയ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ക്രമമായിട്ട് കേൾക്കുന്ന കമ്പനങ്ങൾ, അതിനെ നമ്മൾ എന്ത് പറയാം? മ്യൂസിക് എന്ന് പറയാം. മനസ്സിലായല്ലോ? എന്താ നോക്കട്ടെ. എ സൗണ്ട് ദാറ്റ് ഹാസ് എ റെഗുലർ വൈബ്രേഷൻ ആൻഡ് ഈസ് പ്ലസന്റ് ടു ഹിയർ ഈസ് മ്യൂസിക്. എ സൗണ്ട് ദാറ്റ് ഹാസ് ഇറഗുലർ വൈബ്രേഷൻ ആൻഡ് ഈസ് അൺപ്ലസന്റ് ഈസ് നോയ്സ്. മനസ്സിലായത്? ഇത് കണ്ടില്ലേ? വൈബ്രേഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് സംഗീതം കണ്ടില്ലേ? ക്രമമായിട്ടുള്ള, കണ്ടില്ലേ? ഇവിടെ ഒരു ഇത് വന്ന് ക്രമമായിട്ടുള്ള ഇന്റർവെൽസിൽ വൈബ്രേഷൻസ് ആണ് ഉണ്ടാകുന്നത്. അതായത് സംഗീതം എങ്ങനെയാണ്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും, താഴെ മേലെ, അങ്ങോട്ടും ഇങ്ങോട്ടും, കണ്ടില്ലേ? ഇത് നോയ്സ് ആണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മ്യൂസിക് ആണ്. മനസ്സിലായി? ക്രമമായ കമ്പനത്തോടെ ഉണ്ടാവുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദമാണ് മ്യൂസിക് അല്ലെങ്കിൽ സംഗീതം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാവുന്നതും അരോചകമായിട്ടുള്ള ശബ്ദം എന്താണ്? നോയ്സ് ആണ്. ക്ലിയർ ആയല്ലോ? നോയ്സും മ്യൂസിക്കും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? അപ്പം സംഗീതം നമുക്ക് കുറേ നേരം കേട്ടോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെവിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതേസമയം നോയ്സോ, ഒരുപാട് സമയം നോയ്സ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ അല്ലേ എന്തോ സംഭവിക്കും? ഒച്ച നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇല്ലേ? നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് അത് ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ഈ നോയ്സ്, ഒച്ച വരുന്നതിന് നമ്മൾ എന്ത് പറയാം? നോയ്സ് പൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. നോയ്സ് പൊല്യൂഷൻ അല്ലെങ്കിൽ ശബ്ദമലിനീകരണം എന്ന് പറയാം. അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടല്ലേ ഈ ചിത്രം കണ്ടില്ലേ? ഇതെല്ലാം സൗണ്ടുള്ള, വിമാനം പോകുന്ന സൗണ്ട്, വണ്ടികൾ പോകുന്ന സൗണ്ട്, കൺസ്ട്രക്ഷൻ്റെ സൗണ്ട്, ട്രെയിൻ പോകുന്ന സൗണ്ട്, അല്ല ഫാക്ടറിയിൽ നിന്നുള്ള സൗണ്ട്, ഇതില്ലേ? അങ്ങനെ പല പല സൗണ്ടുകൾ. ഇതാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇഷ്ടമാണോ കേൾക്കാൻ? തുടർച്ചയായിട്ട് കുറച്ച് നേരമൊക്കെ കേൾക്കാം. തുടർച്ചയായിട്ട് കേട്ടുകൊണ്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ചെവിയെ അത് സാരമായിട്ട് ബാധിക്കും. ചെവിയെ മാത്രമല്ല, നമ്മുടെ മാനസികാരോഗ്യത്തെ പോലും നമുക്ക് സാരമായിട്ട് ബാധിക്കും. നോക്കുക, നോയ്സ് പൊല്യൂഷൻ ഈസ് എ സീരിയസ് മീൻസ് ടു പ്രൊഡ്യൂസ് ഹെൽത്ത്.
എന്താണ് ഗൗരവമേറിയ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ശബ്ദമലിനീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്? നിങ്ങളുടെ പ്രസ്താവന, ഈ സ്റ്റേറ്റ്മെന്റിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ശരിയല്ലേ? നോയിസ് പൊല്യൂഷൻ ഈസ് ഹാംഫുൾ ടു എവരി ലിവിങ് ബീയിങ്. ഇറ്റ് ക്യാൻ കോസ് സിവിയർ ഹെൽത്ത് ഇഷ്യൂസ്. ശബ്ദമലിനീകരണം എല്ലാ ജീവജാലങ്ങൾക്കും ഹാനികരമാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. മനസ്സിലായി? നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ, ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല. കുറേ നേരം കേട്ട് കഴിയുമ്പോൾ ചെവിക്ക് പ്രശ്നമുണ്ടാവും. ഒരുപാട് വൈബ്രേഷൻ വന്നു കഴിയുമ്പോൾ ചെവിക്ക് ദോഷം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നതാണ് ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പം ശബ്ദമലിനീകരണം കൊണ്ട് ഒരുപാട് പല മേഖലയിലുള്ളവരൊക്കെ അനുഭവിക്കുന്നുണ്ട്, അല്ലേ? ആരോഗ്യ പ്രവർത്തകർ, അല്ല പല പല മേഖലയിലുള്ളവരെല്ലാം ശബ്ദം ഇങ്ങനെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ നിയന്ത്രിക്കണം? എല്ലാം വേണം, പക്ഷെ അതിന് നിയന്ത്രണം ഉണ്ടായിരിക്കണം. അപ്പം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശബ്ദമലിനീകരണം കുറയ്ക്കാം. അപ്പോൾ അത് നിയന്ത്രിക്കാൻ നമുക്ക് ശബ്ദമലിനീകരണം കുറയ്ക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഈ ശബ്ദമലിനീകരണം എന്ന് പറഞ്ഞാൽ? നോയിസ് പൊല്യൂഷൻ, അല്ലേ? നോയിസ് പൊല്യൂഷൻ ഈസ് എ പ്രൊഡക്ഷൻ ഓഫ് അൺപ്ലസന്റ്, disturbing and unwanted noise that harms human beings and other organisms. നമ്മൾ പറഞ്ഞതാണ്, അല്ലേ? മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ അസഹ്യവും അസ്വസ്ഥത ഉളവാക്കുന്നതും അനാവശ്യവുമായിട്ടുള്ള ശബ്ദസൃഷ്ടിയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശബ്ദമലിനീകരണത്തിന് കാരണങ്ങൾ എന്തൊക്കെയാവാം? റീസൺസ് ഇല്ലേ? ഇതിന് കോസസുകൾ ഉണ്ടാവില്ലേ? ശബ്ദമലിനീകരണത്തിന് കാരണങ്ങൾ എന്താണ്? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വെഹിക്കിൾസ്, വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളുടെ എണ്ണമുണ്ട്. പബ്ലിക് അഡ്രസ് സിസ്റ്റം, പ്രചരണ സംവിധാനങ്ങളൊക്കെ ഇല്ല, മൈക്കിൽ കൂടിയൊക്കെ ഒരുപാട് നേരം, അതൊക്കെ ശബ്ദമലിനീകരണമാണ്. നോയിസ് ഫ്രം കൺസ്ട്രക്ഷൻ സൈറ്റ്, നിർമ്മാണ സൈറ്റുകളിൽ നിന്നുള്ള ശബ്ദങ്ങളൊക്കെ, ഇതെല്ലാം എന്താണ്? ശബ്ദമലിനീകരണമാണ്. അപ്പോൾ ഒച്ച നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും വൈകാരിക ആരോഗ്യത്തെയും ബാധിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ ശബ്ദമലിനീകരണം നമുക്ക് കുറയ്ക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് നമുക്ക് നോക്കാം. നോക്കട്ടോ. നോയിസ് പൊല്യൂഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. നോക്കുക. ദോസ് ഹു വർക്ക് ഇൻ ദ കൺസ്ട്രക്ഷൻ സെക്ടർ, മൈൻസ് എക്സെട്ര ഷുഡ് യൂസ് ഇയർ മഫ്സ് ടു പ്രൊട്ടക്ട് ദിയർ ഐസ്. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ചിത്രം കണ്ടോ? ഇയർ മഫ്സ് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലും മൈൻസിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ എന്താണ് ഇങ്ങനെയുള്ള മഗ് എന്നാണ് ഇതിനെ പറയുന്നത്, ഇയർ മഫ് എന്നാണ് ഇതിനെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക. Use hearing protection device such as earplugs in areas where high-powered machinery and equipments are operated. ഉണ്ടല്ലേ? അതായത് വലിയ ഹൈ പവറുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നില്ല, ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഇയർ പ്ലഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു ഇത് ഉപയോഗിക്കുക. ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ എന്താണ്? ഡോണ്ട് യൂസ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ്. വാഹനങ്ങളിലെ എയർ ഹോൺസ് ഉപയോഗിക്കല്. എൻഷുർ ദ സൈലൻസസ് ഇൻ വെഹിക്കിൾസ് ആർ വർക്കിംഗ് എഫിഷ്യൻ്റ്ലി. നമ്മൾ വണ്ടികളിലൊക്കെ സൈലൻസസ് ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക. യൂസ് ബോക്സ് ടൈപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ ഇല്ലേ? ബോക്സ് ടൈപ്പിലുള്ള ലൗഡ് സ്പീക്കറൊക്കെ ഉപയോഗിക്കുക. പണ്ടത്തെ കോളാമ്പി പോലെ ഇരിക്കുന്നുണ്ടോ, അതൊന്നും അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ വേണ്ടാന്ന് തന്നെ വെച്ച് ബോക്സ് ടൈപ്പിലുള്ളതൊക്കെ ഉപയോഗിക്കുക. പ്ലാന്റ് മോർ ട്രീസ് ടു റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ. എന്താണ്? ചെടികളൊക്കെ വച്ച് പിടിക്കുക, ഇല്ലേ? ശബ്ദമലിനീകരണ രക്ഷണത്തിന് ധാരാളം മരങ്ങൾ വച്ച് പിടിപ്പിക്കുക. ഡോണ്ട് യൂസ് ഓൾ സ്പീക്കേഴ്സ് ഇൻ പബ്ലിക് പ്ലേസസ് ബിഫോർ 6 AM ആൻഡ് ആഫ്റ്റർ 10 PM. 6 മണിക്ക് മുൻപും അതുപോലെ രാത്രി 10 മണിക്ക് പബ്ലിക് പ്ലേസസിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. അവോയ്ഡ് ലൗഡ് നോയിസ് നിയർ ഹോസ്പിറ്റൽ, സ്കൂൾസ്, കോർട്ട് എക്സെട്ര. ഹോസ്പിറ്റലിന് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൻ്റെ പരിസരങ്ങൾ, സ്കൂളിൻ്റെ പരിസരങ്ങളിലെ കോർട്ട്, കോടതികളിലൊക്കെ എങ്ങനെയാണ് ഉച്ചത്തിലുള്ള ശബ്ദം ഒഴിവാക്കുക. മനസ്സിലായില്ല? അപ്പോൾ ഈ മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്താണ് ശബ്ദമലിനീകരണം കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. മനസ്സിലാക്കി പഠിക്കുക. ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പം നമുക്കറിയാം, നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു വരദാനമാണ് സൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? നല്ല സൗണ്ട്, ഇല്ലേ? നല്ല സൗണ്ട് ഉണ്ട്. പ്രകൃതിയിലെല്ലാം നല്ല സൗണ്ടുകളുണ്ട്. അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇല്ല? അങ്ങനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ദോഷമാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്റർ, സൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. എളുപ്പമാണ് പഠിക്കാൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ശബ്ദം എങ്ങനെ ഉണ്ടാവുന്നു, ഇല്ലേ? ശബ്ദം എങ്ങനെ ഉണ്ടാവുന്നു, ശബ്ദത്തിനൊരു സ്രോതസ്സ് വേണം നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താണ് പഠിച്ചത്? ശബ്ദത്തിന് മീഡിയം, ഒരു മാധ്യമം വേണമെന്ന് നമ്മൾ മനസ്സിലാക്കി, ഇല്ലേ? പിന്നെന്താണ് പഠിച്ചത്? ശബ്ദം ഓരോ മീഡിയത്തിലൂടെയും ട്രാവൽ ചെയ്യുന്ന, സഞ്ചരിക്കുന്ന വ്യത്യസ്ത സ്പീഡിലാണ് നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താണ്? ഇയറും, ഇല്ലേ? ഇയർ ആൻഡ് ഹിയറിങ്ങിനെ കുറിച്ച് നമ്മൾ ശ്രവണവും ചെവിയും ശ്രവണത്തെക്കുറിച്ചും പഠിച്ചു. ഒച്ച, അല്ലേ? നോയിസ്, ഇല്ലേ? നോയിസ് അതുപോലെ മ്യൂസിക് എന്താണെന്ന് മനസ്സിലാക്കി.
ഇല്ലേ? പിന്നെ നോയിസ് പൊല്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. ഇതൊക്കെ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ശ്രദ്ധിക്കുക, നമ്മൾ കൂടുതൽ സൗണ്ടുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. വേണ്ട ആവശ്യത്തിനുള്ള സൗണ്ടുകളൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ആയാലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് സൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ, ക്ലിയർ ആക്കി മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ, ചോദിക്കുക. അപ്പം നമുക്ക് ഡിസ്കഷൻസ് നടത്തിയാലേ ഉള്ളൂ മറ്റു കുട്ടികൾക്കൊക്കെ അത് ഉപകാരമാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആകത്തുള്ളൂ. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് ലെറ്റസസ് ആണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ലെറ്റസസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.